ഇവിടുന്ന് ഇപ്പൊ ഇന്ത്യയിൽ നിന്നൊക്കെ കുറെ ആള് പോക്കുണ്ട്. കർണാടക നിൽക്കുന്ന, കേരള കുറെ ആള് പോക്കുണ്ട് ഇങ്ങനെ ഇപ്പൊ ഈ വിസയില്. അത് ഏജൻസി ആൾക്കാർ ഇപ്പൊ അങ്ങനെയാണ് അയക്കല്. 2.5 ലക്ഷം ഒക്കെ ഇങ്ങനെ അയക്കാണ്. ഇത് റിയലാണോ ഫേക്ക് ആണോന്ന് അറിയില്ല. അവിടെ പോയാൽ ശേഷം നിങ്ങൾക്ക് കാർഡ് കിട്ടും, അങ്ങനെ ഇങ്ങനെയാണ് അവർ പറയത്ത്. നിങ്ങളോട് ചോദിക്കാൻ, നീ അവിടെ ഉള്ള ആൾക്കാരല്ല, നിങ്ങൾക്കെല്ലാം അതിനെ പറ്റി അറിയുമല്ലോ. അങ്ങനെ നിങ്ങളോട് ചോദിക്കാന്ന്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, എവിടുന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കാന്ന് വിചാരിച്ചത്. ഇത് ഉള്ളതാണോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, അവിടെ തന്നെ കുറെ കൊല്ലം ഉള്ളതല്ലേ. നിങ്ങളൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഇട്ടോളി യൂട്യൂബിൽ. അങ്ങനെ ഉണ്ടല്ലോ, ഇത് പറ്റിക്കപ്പെടാൻ ആരും. അപ്പൊ ഇതിനെ പറ്റി ഒന്ന് വീഡിയോ ഇട്ടോളി. കുറേ ആൾ ഇവിടുന്ന് ഇപ്പൊ പറ്റിച്ച് ഡൽഹി ഏജൻസിയാണ്, ഇത് ഡൽഹി ഏജൻസിയാണ് ഇപ്പൊ പറ്റിച്ചിട്ട് ഇങ്ങനെ അയക്കലാണ് ഇപ്പൊ എല്ലാവരും കുറേ ആളെ. ഈ വിസയിൽ അങ്ങോട്ട് പണി കിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് അയക്കലാണ്. നിങ്ങളൊരു വീഡിയോ ഇട്ടോളി, എല്ലാം അറിയട്ടെ, ഇല്ല കുറേ ആൾ പറ്റിക്കപ്പെടും. ഹായ്, കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വളരെ ചെറിയ വീഡിയോ ആണ്, വളരെ ഷോർട്ട് വീഡിയോ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പും കൂടി എൻ്റെ ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ആ വോയിസ് ക്ലിപ്പും കൂടി കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പൻ തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് 2.5 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് ഇലക്ട്രോ ബയോമെട്രിക് വിസ, ഈ വിസയിൽ കൊണ്ടുവന്നിട്ട് ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ ഡൽഹി മുഖാന്തരം നടത്തുന്ന ചില ഏജൻസികളും കേരളമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ആകുന്ന ചില ഏജൻസികളും ഒരുപാട് നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പെടുത്തുന്നുണ്ട്. അതായത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യൻ ഗവൺമെൻറ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യ സന്ദർശിക്കാൻ, റഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വിസയാണ് ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീണ്ടും ഓരോ ആൾക്കാരും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണ് ഈ വിസ, ഒക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മലയാളിക്കും റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇജാസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഇലക്ട്രോ ബയോമെട്രിക് വിസ, ഈ വിസയിൽ വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇല്ലീഗലായിട്ട് ജോബിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജോലിയും കിട്ടുന്നില്ല ബ്രോ, നമ്മൾ ഈ വിസയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ജോബിലേക്ക് കൺവേർട്ട് ചെയ്തരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടത്തില്ല, ആരും ജോലി തരാൻ തയ്യാറാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 40-50 പേരൊക്കെയാണ്, 50-55 പേരൊക്കെയാണ് ഈ വിസയിൽ അടിച്ച് കയറ്റുന്നത്. കാരണം ആളുകൾക്ക് എത്രയും പെട്ടെന്ന് റഷ്യയിലേക്ക് എത്തണം. അതായത് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വിസയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ആഴ്ച കൊണ്ട് റഷ്യയിലേക്ക് എത്താം. 3 ആഴ്ചയൊന്നും വേണ്ടി വരില്ല. കാരണം ഒരു വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ഈ വിസക്ക് വരുന്നില്ല. 3500 നമ്മുടെ INR ഒക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടുമ്പോൾ 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും. പിന്നെ 1000, പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ്, അതൊക്കെ ആകുമ്പോൾ നല്ല പൈസയായി. ഒരു വർക്ക് വിസക്ക് കൊടുക്കേണ്ട പൈസയാവും. പക്ഷേ വളരെ തുച്ഛമായ പൈസയിൽ, പക്ഷേ ഈ വിസക്കൊക്കെ ഇവർ വാങ്ങുന്ന പൈസ, ഈ വിസക്ക് മാത്രമായിട്ട് വാങ്ങുന്ന പൈസേൻ്റെ 2.5 ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെയാണ് വിസക്കായിട്ട് തന്നെ വാങ്ങുന്ന ഓരോ ഏജൻറ്റുമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഈ വിസയിലൊന്നും നിങ്ങൾ കയറി വരാതെ, നിങ്ങൾ റഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി തീർച്ചയായും നിങ്ങൾക്ക് ഈ വിസയിൽ വരാം, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, എൻജോയ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാം. അല്ലാതെ നിങ്ങൾ ഈ വിസയിൽ വന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും മറ്റു ഇന്ത്യക്കാർക്കും ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇല്ലീഗലായിട്ടാണ് ഇവിടെ തുടരുന്നത്. ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളെ മറ്റു ഇന്ത്യക്കാരെയും ബാധിക്കാനുള്ള സാധ്യത. കാരണം ഇന്ത്യൻസിന് ഒരു വാല്യൂ ഇല്ലാതാവും. ഒന്നാമത് പല ഭാഗങ്ങളിലും നമ്മുടെ ഇന്ത്യക്കാർക്ക് വാല്യൂ ഇല്ല. അപ്പം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവന്മാരുടെ കുശുമ്പ്, അസൂയ കാരണം ഇവരുടെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് കാരണം തന്നെ എനിക്കെതിരെ വളരെ മോശമായി, ഞാൻ അതൊന്നും കെയർ ചെയ്യാൻ നിൽക്കാറില്ല എന്നുള്ളതാണ്. കാരണം മുമ്പൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കാരണം പലർക്കും അത്
അവരെ മനസ്സിൽ, കാരണം ആ ഈ വിസയിലൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് പല ഏജൻറ്റുമാരും ആളുകളടുത്ത് വലിയ എമൗണ്ട് വാങ്ങുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം പലർക്കും എന്നോട് വളരെ ദേഷ്യമാണ്. പക്ഷേ അത് സ്വാഭാവികമാണ്. എന്താ പറയുക, ഇതിനെതിരെ, കാരണം ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇലക്ട്രോ ബയോമെട്രിക് വിസ ഒക്കെ കൊടുത്തുകൊണ്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഇപ്പം യൂട്യൂബിലൂടെ ഹിന്ദിക്കാരാണ് കൂടുതലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില കള്ളന്മാരായിട്ടുള്ള ചില ഏജൻറ്റുമാരുണ്ട്, എനിക്കെതിരെ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻറ്റുമാർ. കാരണം ഞാൻ എന്താണോ പറയുന്നത്, കാരണം ഓരോ വിസക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ കൊടുക്കുന്ന വിസയാണ്. വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള വിസയാണ്. ബിസിനസ് വിസ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ പാർട്ട്നേഴ്സ്മാരുണ്ടെങ്കിൽ അവരായിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന ഒരു വിസയാണ് ബിസിനസ് വിസ. അല്ലാതെ അതിൽ ജോലി ചെയ്യാനുള്ള പെർമിഷൻ ലീഗലായിട്ടില്ല. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് കോഴ്സ് പഠിക്കാനുള്ള വിസയാണ്. അതുപോലെ തന്നെ നമുക്ക് MBBS-നായിട്ടും ഈ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് നമുക്ക് കയറി വരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വിസയിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും നിങ്ങൾ ഈ ഒരു വിസയിലേക്ക് വന്ന് ഈ വിസ, സ്റ്റുഡൻറ്റ് വിസ, അതുപോലെ തന്നെ ബിസിനസ് വിസ, ഇതിലൊന്നും നിങ്ങൾക്ക് ശാശ്വതമല്ല. ഒരുപാട് ആളുകൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് നാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. കാരണം അവർ ജോലി ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും വരുന്നത്. പക്ഷെ അവർ ഒരു 2-3-4 ദിവസം ക്ലാസ്സിന് പോയില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വിത്തിൻ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഫൈനും വരും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജും കാര്യങ്ങളും പല ആളുകൾ പല സ്റ്റുഡൻസും തിരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പൈസ മുടക്കി വന്നവരാണ്. 3-4 ലക്ഷം രൂപ കൊടുത്തിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരാണ് 2.5-3 കൊടുത്തിട്ട്. അത് കാരണം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്ത പൈസ ഒരിക്കലും മുതലാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ പല കമ്പനികളും നിങ്ങൾക്ക് ജോലി തരാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലാസ്സിന് പോകുന്നില്ല, കാരണം ജോലിക്ക് പോകുന്നു. അപ്പം നിങ്ങളെ റെസ്പോൺസിബിലിറ്റി യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഫുൾ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അവർ നിങ്ങൾക്ക് എതിരായിട്ട് ആക്ഷൻ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ നാട്ടിൽ കയറി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിസയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരിക്കലും ഈ വിസയിൽ നിന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് വിസയിൽ വരാൻ നോക്കുക. പിന്നെ എനിക്കെതിരെ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരുപാട് കള്ള ഫ്രോഡുകളായിട്ടുള്ള യൂട്യൂബർമാരുണ്ട്. വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കെയർ ചെയ്യാൻ സമയമില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും വിത്ത് എവിഡൻസോടുകൂടി ഞാൻ ചെയ്യുന്നത്. പക്ഷേ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഇതാക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം. കാരണം അവന്മാരുടെ ബിസിനസ് നടക്കുന്നില്ല. കാരണം ഞാൻ യൂട്യൂബിന് മുമ്പിലൂടെ പബ്ലിക്കിന് മുമ്പിലൂടെ ഞാൻ ഇല്ല കാര്യങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ചില ഏജൻസി ചില യൂട്യൂബേഴ്സ് എനിക്കെതിരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും, നിങ്ങൾ അങ്ങനെ പെട്ടുപോകും, ഇങ്ങനെ പെട്ടുപോകും, ഇല്ലാത്ത ഓരോരോ വ്യാജ ന്യൂസുകളൊക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ റഷ്യയിൽ വന്ന് പല വിസയിലും വർക്ക് വിസയിലൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി വീണ്ടും വന്ന ആൾക്കാരുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ എൻട്രിയിൽ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈ ആളുകൾക്കൊന്നും വരാൻ പറ്റില്ലല്ലോ, ഒരിക്കലും റഷ്യയിലേക്ക് വരാൻ പറ്റില്ലല്ലോ, അവർക്കൊക്കെ പല പ്രശ്നങ്ങളും വരില്ലേ. അങ്ങനെ ഒരു വിസ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ആളുകൾ റഷ്യയിലേക്ക് കയറി വരുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പബ്ലിക്കായിട്ടുള്ള കാര്യം, ഞാൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബേഴ്സ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പല രീതിയിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെയാക്കും, നീ യൂട്യൂബിലൂടെ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യരുത് എന്നുള്ളത്. അത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില എന്നെക്കുറിച്ച് മോശമായി പറയുന്നത്, എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വോയിസ് ക്ലിപ്പ് ഇട്ട ചില ആളുകളുണ്ട് എനിക്ക്. അവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ മറവിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ചെറിയ വേറെ ചില്ലറ വീഡിയോ ഒക്കെ അവർ കൂട്ടിയിടും അതിൻ്റെ കൂടെ. അപ്പോൾ അത് കാരണം ഞാൻ എന്നെ ടാർഗറ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ 2-3 വീഡിയോസിലൊക്കെ കയറ്റി വിടും. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ചിലപ്പോൾ എനിക്കെതിരെ വേറൊരു വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കള്ള ഫ്രോഡ് റഷ്യയിലുണ്ട്.
അവൻ പക്ക കള്ളനാണ്. ഞാൻ സത്യസന്ധമായ കാര്യം എനിക്കിങ്ങനെ ചിരിച്ചോ ആളുകളെ എന്താ പറയുക ആളുകളെ ഇതാക്കിയിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. കാരണം ഇല്ലത് ഓപ്പണായിട്ട് പറയാം, ഇല്ല കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സർവീസുകൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ എത്ര ലക്ഷം വാങ്ങുന്നു എന്നുള്ളത് അല്ല, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, 100% നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ വിസ, ബിസിനസ് വിസ, ടൂറിസ്റ്റ് വിസ, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ, ഇതിലൊന്നും വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ നെവർ കൺവേർട്ട് ടു ദ വിസ. അപ്പോൾ വർക്ക് വിസ. സോ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കള്ളന്മാരെ സൂക്ഷിക്കുക. കള്ളൻ ഏജൻറ്റുമാരൊക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കള്ളൻ ഏജൻറ്റുമാരുടെ ഇതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എല്ലാ വീഡിയോസിലൂടെയും ഞാൻ വിത്ത് എവിഡൻസോട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. കാരണം എന്നെക്കുറിച്ചുള്ള പല രീതിയിലും അവരെ പല അക്കൗണ്ടിൽ നിന്നായിട്ട് പല രീതിയിലും ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ ഒരു സംസാര രീതി ഇങ്ങനെയാണ്. എനിക്ക് എൻ്റെ സംസാര രീതി മാറ്റാനൊന്നും പറ്റത്തില്ല. കാരണം എൻ്റെ ക്യാരക്ടർ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുപ്പൽ വിഴുങ്ങി, എന്തൊക്കെയോ എന്നെക്കുറിച്ച് എന്തൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവനൊക്കെ വലിയൊരു സൗന്ദര്യമുള്ള ആളുകളൊക്കെ എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്, വലിയ ചക്കപ്പല്ലൊക്കെ ആയിട്ടുള്ള. അവരെ കണ്ടാൽ തന്നെ അറിയാം കള്ള ഫ്രോഡാണെന്നുള്ളത്. 2016 വന്ന ചില കള്ള ഫ്രോഡുകളാണ് അവരൊക്കെ. അപ്പോൾ ഒരുപാട് കള്ളന്മാർ നമ്മുടെ റഷ്യയിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം അവസരം വരുമ്പോൾ. കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബ് കാരണം എനിക്ക് വേണ്ടി മാത്രം, എനിക്കെതിരെ സംസാരിക്കാൻ മാത്രം തുടങ്ങിയിട്ടുള്ള ചില കള്ളന്മാരുണ്ട്. ചിലപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കള്ള ഏജൻറ്റുമാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്കെതിരെ വീഡിയോ ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിരിച്ചും എന്നെ സ്വീപ്പാക്കിയും എന്നെ കളിയാക്കിയൊക്കെ വീഡിയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഞാൻ 100-150% എഴുതി തരാം. അങ്ങനെയുള്ള കള്ളന്മാരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട് ഞാൻ വേറൊരു ആവശ്യത്തിന് കൊടുത്ത സമയത്ത് ആ പാസ്പോർട്ടൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. ആ പാസ്പോർട്ട് വെച്ച് ദുരുപയോഗം ചെയ്യാണ്. അത് രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. പക്ഷെ അവന് സമയം വരുമ്പം ഞാനത് തെളിയിച്ചു കൊടുക്കും എന്താണെന്നുള്ളത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. കാരണം എൻ്റെ പാസ്പോർട്ട് വെച്ചാണ് ഇപ്പം പലരും അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സമയം വരുന്ന സമയത്ത് ഞാനത് കാണിച്ചു കൊടുക്കാം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ലീക്കായതാണ്. അപ്പോൾ അത് വെച്ചാണ് ഇപ്പോൾ പലരുടെയും മുമ്പിൽ അത് കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ പാടില്ല, നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്നെ അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് 100% അറിയാം. കാരണം എൻ്റെ കയ്യിൽ ഇവനേക്കാളും വലിയ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കും അറിയാം. അപ്പം ഇവന് മാത്രമല്ലല്ലോ, ഇവ മാത്രമല്ല റഷ്യൻ. ഞാനിവിടെ വന്നിട്ട് റഷ്യൻ TRC എടുത്തു, PR എടുത്തു, റഷ്യൻ പെർമനൻറ്റ് റെസിഡൻസി എടുത്തു, പിന്നെ റഷ്യൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് അവനും നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പല കള്ളന്മാരുണ്ട്. എത്ര വലിയ കള്ളന്മാർ വിചാരിച്ചു കഴിഞ്ഞാലും എൻ്റെ കാര്യങ്ങൾ, ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ എത്ര വലിയ ശക്തി വന്ന് എതിർത്താലും ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കള്ളന്മാരെ നമുക്ക് മാക്സിമം കൂട്ടാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. വർക്ക് വിസ ആണെങ്കിൽ വർക്ക് വിസയിൽ തന്നെ വരാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.